CPIM നേതാവ് അഡ്വക്കേറ്റ് അരുൺകുമാർ കൂടി നമുക്ക് പരിചരിക്കാൻ. അരുൺകുമാർ, ഈ തെളിവില്ലാതെ കോടതി, താങ്കൾ അഭിഭാഷകനാണല്ലോ, ഒരു കോടതിയിൽ നിന്ന് വിജിലൻസ് കോടതിയിൽ നിന്ന് തിരിച്ചടി കിട്ടുന്നു, അവിടെ ചോദിക്കുന്ന തെളിവുണ്ടോ? ഹൈക്കോടതി ചോദിക്കുന്ന തെളിവുണ്ടോ? പരമോന്നത കോടതി തന്നെ പറഞ്ഞിരിക്കുന്നു തെളിവില്ലാതെ രാഷ്ട്രീയ തർക്കങ്ങൾക്ക് വേദിയാക്കരുത്, കോടതി 10 ലക്ഷം രൂപ പിഴ ഇടട്ടെ എന്നാണ്. വലിയ തരത്തിലുള്ള ചെവിക്ക് പിടുത്തമാണ് മാത്യു കുഴൽനാടന് കിട്ടിയിരിക്കുന്നത്. തീർച്ചയായും മൂവാറ്റുപുഴയിലെ വിജിലൻസ് കോടതി, അതുപോലെ തന്നെ എറണാകുളത്ത് ഹൈക്കോടതി, ഇപ്പൊ സുപ്രീം കോടതി, അതായത് ഈ രാജ്യത്തെ നിയമ സംവിധാനം മുഴുവൻ ഈ കേസിൽ ഒരു അന്തിമമായിട്ടുള്ള തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നു. വ്യാജ ആരോപണങ്ങളും കള്ളരേഖകളും എല്ലാം വെച്ചുകൊണ്ട് ശ്രീ മാത്യു കുഴൽനാടൻ നടത്തിയ നിയമ പോരാട്ടം അന്ന് തന്നെ ഹൈക്കോടതി ചോദിച്ചതാണ്, എന്ത് രേഖയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്? അതുപോലെ കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ ഇത്തരത്തിൽ രാഷ്ട്രീയപരമായിട്ട് ഉന്നയിക്കേണ്ട സാഹചര്യങ്ങളെല്ലാം ഒരു നിയമ പോരാട്ടത്തിലേക്ക് വലിച്ചിഴക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രം വരുന്ന ഒരു സാഹചര്യത്തെ ഹൈക്കോടതി നിശ്ചിതമായിട്ട് വിമർശിച്ചതാണ്. ഈ ഒരു സാഹചര്യത്തിൽ ആ വിധി ഒരു അന്തിമ വിധി എന്ന രൂപത്തിൽ പുറത്തു വന്നിട്ടും തനിക്ക് വീണ്ടും ഒബ്ജക്ഷൻ ഉണ്ട് എന്ന രൂപത്തിലാണ് അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിച്ചത്. സുപ്രീം കോടതിയിൽ നിന്നും ഈ കേസിൽ ഒരു ഏകദേശം പൂർണ്ണമായിട്ടും ഫൈനൽ തീരുമാനം എത്തിയിരിക്കുകയാണ്. ഇത്തരത്തിൽ വ്യാജ ആരോപണങ്ങളുമായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നവർക്ക് കനത്ത തിരിച്ചടി കിട്ടുന്ന തരത്തിലുള്ള ഒരു വിധിനെയാണ് പുറത്തു വന്നിരിക്കുന്നത്. അല്ല, ഈ അരുൺകുമാർ, ഇപ്പോൾ ഇതിന് ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ വീണ്ടും ന്യായീകരണമാണ് കുഴൽനാടൻ നടത്തുന്നത്. അതായത് ഈ CMRLൻ്റെ ഉടമ ചില പേരുകൾ രാഷ്ട്രീയ നേതാക്കൾക്ക് പണം കൊടുത്തിരുന്നത് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെയാണ് എക്സാലോജിക്കിന് പണം കൊടുത്തത്. അതിനെ രണ്ടും കൂട്ടിക്കെട്ടുകയാണ്. അവിടെ നടന്നത് ഒരു കൺസൾട്ടൻസി കരാറാണ്, ഒരു 2 കമ്പനികൾ തമ്മിലുള്ള ഒരു കരാർ, അതിന് ഈടാക്കിയ പ്രതിഫലം. ഇവിടെ അതിനെ രാഷ്ട്രീയ നേതാക്കൾ മേടിച്ച പണം, ഒരുപക്ഷെ കോൺഗ്രസ്സുകാരായ നേതാക്കൾ വാങ്ങിയ പണത്തെക്കുറിച്ചും ആ സംസ്കാരം ഓർത്തുകൊണ്ടായിരിക്കണം മാത്യു കുഴൽനാടൻ വീണ്ടും വീണിടത്ത് കിടന്ന് ഉരുളുന്നത്. അതെ, തീർച്ചയായും 2 കമ്പനികൾ തമ്മിൽ കൃത്യമായി കരാർ വെച്ച് ആ കരാറിന്റെ ഭാഗമായി കൊടുത്ത സേവനത്തിന് ബാങ്ക് വഴി ആണ് പണം ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ അതിന്റെ സാലറി, അതിൽ ചെയ്ത ജോലിക്കുള്ള പ്രതിഫലം ബാങ്ക് വഴി ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്ന എല്ലാത്തിനും നിയമപരമായ രേഖയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇവിടെ ഇത്തരത്തിലൊരു കള്ളക്കേസുമായിട്ട് അദ്ദേഹം ഇറങ്ങി തിരിച്ചത്. അത് തന്നെ വിജിലൻസ് കോടതി കൃത്യമായി രേഖകൾ പരിശോധിച്ച് വളരെ വൈഡായിട്ട് തന്നെ ഓർഡർ ഇട്ടു. അതിനുശേഷം ഹൈക്കോടതി വളരെ വിശദമായി അത് പരിശോധിച്ചു, സമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ പരിശോധിച്ചു. അതിനുശേഷം ഹൈക്കോടതിയുടെ വിധിയിൽ തന്നെ എന്ത് രേഖയാണ് ഉള്ളത്, ഇത്തരത്തിൽ രാഷ്ട്രീയപരമായിട്ട് ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ജനപ്രതിനിധികളെയും അവരുടെ കുടുംബങ്ങളെയും ഒക്കെ അപകീർത്തിപ്പെടുത്താൻ ഇറങ്ങിത്തിരിക്കരുത് എന്ന് പറഞ്ഞ് വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെ ഹൈക്കോടതി വിമർശിച്ചതാണ്. ആ ഒരു സാഹചര്യത്തിലുമാണ് തന്റെ ഒരു പൊളിറ്റിക്കൽ ഗെയിന് വേണ്ടി അദ്ദേഹം വീണ്ടും വ്യാജ ആരോപണങ്ങളുമായിട്ട് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇവിടെ ബാങ്ക് വഴിയുള്ള ട്രാൻസാക്ഷൻ എല്ലാം കോടതി പരിശോധിച്ചതാണ്. അതുപോലെ തന്നെ ഈ കമ്പനിയും ഈ എന്റർപ്രീണറും തമ്മിൽ കൃത്യമായിട്ടുള്ള കരാറുണ്ട്. കരാറിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ വസ്തുതകളെല്ലാം പരിശോധിച്ച് ശരിയെന്ന് വ്യക്തമായിട്ടാണ് വിജിലൻസ് കോടതിയും ഹൈക്കോടതിയും വിധി പറഞ്ഞത്. ഇപ്പൊ സുപ്രീം കോടതിയും 10 ലക്ഷം രൂപ കൃത്യമായിട്ട് ഫൈൻ അടയ്ക്കുന്ന തരത്തിൽ, കോസ്റ്റ് അടിപ്പിക്കുന്ന തരത്തിലൊക്കെ പോവാന്ന് പറഞ്ഞാൽ അത്ര മെറിറ്റ്ലെസ് ആയിട്ടുള്ള ഒരു കേസുമായിട്ട് സുപ്രീം കോടതിയുടെ സമയം കളയാൻ വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇത് കോൺഗ്രസിന് കനത്ത തിരിച്ചടി. അതുപോലെ തന്നെ ചില വ്യക്തികൾ കോൺഗ്രസിൽ സ്ഥാനമാനങ്ങൾ കിട്ടാൻ വേണ്ടി മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും മറ്റു മന്ത്രിമാരെയും എല്ലാം ആക്രമിക്കുന്ന ഒരു പ്രവണത അടുത്ത കാലത്ത് വർദ്ധിച്ചു വരുന്നു. അതിന് കോൺഗ്രസും പൂർണ്ണ പിന്തുണ കൊടുക്കുന്നു. അവസാനം കോൺഗ്രസിനും അതുപോലെ മാത്യു കുഴൽനാടനും ഇതിലും വലിയൊരു തിരിച്ചടി സ്വപ്നങ്ങളിൽ പോലും കിട്ടാനില്ല എന്നതാണ് ഇന്ന് സുപ്രീം കോടതിയുടെ പരാമർശത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അരുൺകുമാർ, ഒരുപക്ഷെ ഈ കുഴൽനാടനെ കേസേൽപ്പിക്കുന്നവർ ഒന്നും കൂടി ആലോചിക്കാൻ നന്നാവുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം സാധാരണ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ പുറത്തുനിന്ന് ആരോപണം ഉന്നയിക്കുന്ന പോലെയല്ല, കോടതിയിൽ, ഹൈക്കോടതിയിൽ, വിജിലൻസ് കോടതിയിൽ, ഒപ്പം സുപ്രീം കോടതിയിലേക്ക് ചെല്ലുമ്പോൾ തെളിവില്ലാതെ പോവുക എന്ന് പറഞ്ഞാൽ ഒരു മിനിമം നിയമപരിജ്ഞാനം വേണ്ടെന്ന കാര്യങ്ങളാണ്. അദ്ദേഹം ഇന്റർനാഷണൽ റിലേഷൻസിലും ബിസിനസ് ലോയിലും ഒക്കെ സുപ്രീം കോടതിയിൽ അടക്കം വാദിക്കുന്ന ആളാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടി പറയുന്നത്, ഈ മാത്യു കുഴൽനാടൻ്റെ കേസൊക്കെ ഏൽപ്പിക്കുമ്പോൾ ഒന്ന് പരിശോധിക്കുന്നത് നന്നാകും എന്നുള്ളത്. അതെ, തീർച്ചയായും. ഇപ്പോ ഒരു തൃശ്ശൂരിൽ ഒരു കോളേജിൽ KSU ഒരു വോട്ടിന് തോറ്റ ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അധികം ഹൈക്കോടതി വന്നപ്പോ അവസാനം അത് 7 വോട്ടിന് തോറ്റതായിട്ട് മാറുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. ഇതെല്ലാം രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി പൊളിറ്റിക്കൽ ഗെയിന് വേണ്ടി തന്നെ ശരിക്കും ഇടതുപക്ഷത്തെ തകർക്കാൻ CPM-നെ തകർക്കണം, CPM-ന്റെ നേതാക്കന്മാരെ ആക്രമിക്കണം, അവരെ ഭയപ്പെടുത്താനും കീഴ്പ്പെടുത്താനും അവരുടെ കുടുംബത്തെ വരെ ആക്രമിക്കണം, ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താൻ എത്ര വ്യാജ ആരോപണങ്ങൾ, തെറ്റായിട്ടുള്ള ആരോപണങ്ങളാണ് നിരന്തരമായിട്ട് ഉന്നയിച്ചത്. അതൊന്നും ഈ കഴിഞ്ഞ 9.5 കൊല്ലമായിട്ട് ഇങ്ങനെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളൊന്നും ഒരെണ്ണം പോലും തെളിയിക്കുന്ന സാഹചര്യം ഉണ്ടായില്ലല്ലോ. ഹൈക്കോടതി തന്നെ പറഞ്ഞില്ലേ, ഇറ്റ് ഈസ് നോട്ട് എ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ, ഇറ്റ് ഈസ് എ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്ന് പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞു. രാഷ്ട്രീയ ധാർമ്മികതയുണ്ട്, അത് മുഖ്യമന്ത്രിയിൽ നിന്ന് മാത്രം പ്രതീക്ഷിച്ചാൽ പോരാ, പ്രതിപക്ഷ നേതാവിന് രാഷ്ട്രീയ ധാർമ്മികതയുണ്ടെന്ന് തെളിയിക്കുന്ന
ഒരു അഫിഡവിറ്റ് ഫയൽ ചെയ്യാൻ പറഞ്ഞു. അത് ഇന്ത്യയിൽ ആദ്യമായി ഒരു പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞത് ശ്രീ വി ഡി സതീശനോടാണ്. അപ്പൊ ആ വി ഡി സതീശന്റെ കൂടെയുള്ള ടീമിലെ അംഗങ്ങളെല്ലാം ഇത്തരത്തിൽ കനത്ത തിരിച്ചടി നീതിന്യായ പീഠത്തിൽ നിന്ന് മേടിക്കുന്നത്, അതുപോലെ തന്നെ ഒരു വ്യാജ ആരോപണങ്ങളുമായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇതിലും വലിയ ഒരു തിരിച്ചടി നേരിടുന്ന ഒരു സാഹചര്യം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് കോൺഗ്രസ് തന്നെ ഈ വിഷയത്തിൽ കൃത്യമായി നയം വ്യക്തമാക്കണമെന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. ശരി, വളരെ നന്ദി ശ്രീ അരുൺകുമാർ ഈ സാഹചര്യത്തിൽ പ്രതികരിച്ചത്.